ഒരേ ദിവസം രണ്ടിടങ്ങളിലായി കിണറിൽ വീണ രണ്ടുപേരുടെ ജീവൻ രക്ഷിച്ച് കുറ്റിക്കോലിലെ അഗ്നിശമന സേന. കുറ്റിക്കോൽ നെല്ലിതാവിൽ നട്ടുച്ചയ്ക്കും പണത്തടി കുണ്ടുപള്ളിയിൽ അർദ്ധരാത്രിയിലുമായിരുന്നു ഇവരുടെ രക്ഷാപ്രവർത്തനം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കുറ്റിക്കോൽ പഞ്ചായത്തിലെ 14-ാം വാർഡ് പ്രദേശമായ നെല്ലിതാവിലായിരുന്നു ആദ്യത്തെ രക്ഷാപ്രവർത്തനം. കിണർ വൃത്തിയാക്കാനിറങ്ങിയ ബാലകൃഷ്ണൻ എന്ന 39-കാരന് അവശതയെ തുടർന്ന് തിരിച്ചു കയറാനായില്ല. ഇതേ തുടർന്ന് കൂടെയുണ്ടായിരുന്നവർ വിവരം അഗ്നിരക്ഷാ നിലയത്തിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ സേനാംഗങ്ങൾ സ്ഥലത്തേക്ക് കുതിച്ചെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കിണറിന് ഏതാണ്ട് 30 അടിയോളം ആഴമുണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ വിജേഷ് കിണറ്റിലിറങ്ങി. തുടർന്ന് കയറും വലയും ഉപയോഗിച്ച് ആവശ്യമായ ക്രമീകരണങ്ങളെല്ലാം നടത്തി സേനാംഗങ്ങളെല്ലാം ചേർന്ന് സുരക്ഷിതമായി ബാലകൃഷ്ണനെ കരകയറ്റുകയായിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ CK ഷിജു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദിലീപ്, സുരേഷ് കുമാർ, വിജേഷ്, ദേവദത്തൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ഹെൽവിൻ രാജ് എന്നിവരടങ്ങിയ സേനയാണ് നട്ടുച്ചയ്ക്ക് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത്. അർദ്ധരാത്രി 12 മണിയോടെയായിരുന്നു പനത്തടി കുണ്ടുപള്ളിയിലെ രക്ഷാപ്രവർത്തനം. സുഹൃത്തിൻ്റെ വീട്ടിലെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന പ്രശാന്ത് എന്ന യുവാവാണ് ഇവിടെ 8 മീറ്ററോളം താഴ്ചയുള്ള കിണറിൽ വീണത്. ബന്ധുക്കൾ വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് വാർഡ് മെമ്പർ M ഷിബുവാണ് ഇക്കാര്യം അഗ്നിരക്ഷാസേനയെ അറിയിച്ചത്. കൂടാതെ രാജപുരം പോലീസിനും വിവരം കൈമാറിയിരുന്നു. ഇവിടെയും ഒട്ടും താമസിയാതെ തന്നെ സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ച് പ്രശാന്തിനെ കരകയറ്റുകയായിരുന്നു. വീഴ്ചയിൽ നിസ്സാര പരിക്കേറ്റ പ്രശാന്തിനെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷമാണ് വീട്ടിലെത്തിച്ചത്. അടുത്ത ദിവസം വരെ വറ്റി വരണ്ടു കിടന്നിരുന്ന കിണറിൽ വേനൽ മഴ പെയ്തതിനെ തുടർന്ന് അല്പം വെള്ളം നിറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് യുവാവ് കാര്യമായ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ ഷൈജിത്ത് കുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ദിലീപ്, സുരേഷ് കുമാർ, ദേവദത്തൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ഗംഗാധരൻ, ഹോംഗാർഡ് ഹരിദാസൻ എന്നിവരടങ്ങിയ സേനയാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിലെത്തിയത്. നാട്ടുകാരും പോലീസും സഹായത്തിനായി ഇവർക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുറ്റിക്കോൽ.